ബംഗ്ലാദേശിൽ ഇൻകുലാബ് മഞ്ച് നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് സംഘർഷം രൂക്ഷം. സിംഗപ്പൂരിൽ നിന്ന് ധാക്കയിൽ എത്തിച്ച മൃതദേഹം ഇന്ന് പാർലമെന്റിൽ പൊതുദർശനത്തിന് വയ്ക്കും. ബംഗ്ലാദേശിലെ സ്ഥിതി സങ്കീർണമായി തന്നെ തുടരുകയാണ്. ഇൻക്ലാബ് മഞ്ചിന്റെ നേതാവായിരുന്ന ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം 2 മാധ്യമ സ്ഥാപനങ്ങളിലാണ് ആക്രമണം നടത്തിയത്. മാധ്യമ സ്ഥാപനങ്ങളിൽ തീയിടുകയായിരുന്നു. ഇന്ത്യ അനുകൂല നടപടി എടുക്കുന്നുണ്ട് എന്നൊരു ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം മരണത്തിന് കാരണമായി വെടി ഉയർത്തവർ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ത്യ അക്രമികളെ സംരക്ഷിക്കുന്നു, അക്രമികൾ ഇതിനിടയിൽ തന്നെ ഇന്ത്യയിലേക്ക് കടന്നു എന്നൊരു പ്രസ്താവനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അക്രമികാരികളെ ഇന്ത്യ സംരക്ഷിക്കുന്നു എന്ന കാര്യം ഇപ്പോൾ ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ഇന്നാണ് ഷെരീഫിന്റെ മൃതദേഹം പാർലമെന്റിൽ പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷമാണ് സംസ്കാരം നടക്കുക. ഈ സമയങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം നടക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോൾ നിലനിൽക്കും.